ഹായ്, കരിക്ക് പുഡിംഗ് ഉണ്ടാക്കിയാലോ? ദാണ്ട് പുഡിംഗ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതുപോലെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുവേ. ഒരു ദിവസം വെച്ചാൽ മതി, നമുക്ക് അടിപൊളി പുഡിംഗ് ഉണ്ടാക്കിയെടുക്കാം വീട്ടിൽ തന്നെ കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഒരു കരിക്ക് എടുത്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളവും കരിക്കുമാണ് ഇത്. കരിക്കിൻ്റെ വെള്ളം നമ്മൾ സെപ്പറേറ്റ് ജെല്ലി പോലെ എടുക്കുന്നുണ്ട്. കരിക്ക് ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം നമ്മൾ വേറെയാണ് ചെയ്യുന്നത്. അപ്പോൾ കരിക്ക് മാത്രം നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് ഇത് പാലിനകത്തിട്ട് കുറുക്കിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ കരിക്കിൻ്റെ വെള്ളം സെപ്പറേറ്റ് ജെലാറ്റിൻ ചേർത്ത് അത് ജെല്ലി പോലെ എടുക്കുവാണ്. അപ്പോൾ അരച്ച് കഴിഞ്ഞപ്പോൾ ദാണ്ട് ഇതുപോലെ ഇരുന്ന് കേട്ടോ. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചേ. പിന്നെ പാൻ ചൂടായപ്പോൾ കരിക്കിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതൊരു 4 സ്പൂണോളം പഞ്ചസാര ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തു. വലിയ മധുരം ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് 4 സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊന്ന് കുറുക്കിയെടുത്ത് ഒരു ഏലക്ക പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നല്ലപോലെ കുറുക്കി നല്ല തിള വരുന്നവരെ ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ബാക്കി നമ്മൾ ജെലാറ്റിൻ വെച്ചാണ് ഇത് ജെല്ലിയാക്കി എടുക്കുന്നത്. അഗറിൻ്റെ പൗഡറും കിട്ടും, അത് വെച്ചിട്ടും ചെയ്യാം. ഇത് നല്ല തിളച്ച് വന്നപ്പോൾ ഞാൻ സെറ്റായി വെക്കേണ്ട ആ പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ജെലാറ്റിന് ഞാൻ നല്ലപോലെ കഴുകിയിട്ട് വെള്ളത്തിനകത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഈ കരിക്കിൻ്റെ വെള്ളം ഏലക്കാപ്പൊടി ഇട്ടുകൊണ്ട് ഞാനൊന്ന് അരിച്ചെടുക്കുവാണ്. എടുത്തിട്ട് സെറ്റ് ചെയ്യേണ്ട പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജെലാറ്റിൻ നല്ലപോലെ ഉരുക്കിയെടുക്കണം. അതിനെ പാനിനകത്തിട്ട് അത് നല്ലപോലെ ഈ കട്ടയായിട്ട് കിടക്കുന്ന എല്ലാം നല്ല വെള്ളം പോലെ ആവണം. അതുവരെ ഒന്ന് കുറുക്കി നല്ല ഇതാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ജെലാറ്റിൻ കുറുക്കി എടുത്തു കഴിഞ്ഞ് അല്ലാതെ വെളിയിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് സെറ്റാവുമേ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്നുകൂടെ അത് നല്ല കട്ടിയായിട്ട് കിട്ടും. അപ്പോൾ ഈ ജെലാറ്റിൻ കുറുക്കിയിട്ട് ഞാൻ അതും അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ ജെലാറ്റിനിൽ നിന്ന് ഞാനൊരു 2 തവിയോളം ഈ കരിക്കിൻ്റെ വെള്ളത്തിനകത്തോട്ട് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് വെളിയിൽ ചൂടായതുകൊണ്ട് വെളിയിൽ തന്നെ വെച്ചിരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റാവാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഞാൻ ഒരു ചെറിയ കപ്പിൽ പാലെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അരച്ച് വെച്ച ആ കരിക്കിൻ്റെ പേസ്റ്റും ഒരു 2 സ്പൂണോളം പഞ്ചസാര ഇതിനകത്ത് ചേർത്ത് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ കുറുകി വരണമെങ്കിൽ ശകലം കോൺഫ്ലവർ പൊടി വെള്ളത്തിൽ കലക്കി ഇതിനകത്ത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് കുറുക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ബാക്കി വന്ന ജെലാറ്റിൻ ചേർത്ത് കൊടുക്കാം. ഇത് എന്നിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കരിക്കിൻ്റെ ആ വെള്ളത്തിൻ്റെ ആ ജെല്ലി സെറ്റായി വന്നിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് എന്നിട്ട് ഈ പാത്രത്തിനകത്താണ് നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കുന്നത്. അപ്പോൾ ഇത് നല്ല കട്ട് ചെയ്ത് ഈ ജെല്ലി എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ കുറുക്കി വെച്ചേക്കുന്ന ആ കരിക്കിൻ്റെ മിക്സ് ഈ ജെല്ലിക്കകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കും. ഇത് കണ്ടാൽ നല്ല ജെല്ല് പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ഇളകി വരുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് നല്ല ഇളകി വന്നു, നല്ല ക്യൂബ്സായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഈ ഇളകി വന്നതിനകത്തോട്ട് ഈ പാത്രത്തിൽ തന്നെ ഞാൻ ബാക്കി കുറുക്കി വെച്ചേക്കുന്ന ആ കരിക്കിൻ്റെ മിക്സും പിന്നെ അതിനകത്ത് ഞാൻ ജെലാറ്റിൻ ബാക്കി വന്നത് ഒഴിച്ചായിരുന്നു, അതുകൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുവേ. അപ്പോൾ ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ജെല്ലി പോലത്തേത് അകത്ത് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. കണ്ടോ, ബാക്കി ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഈ കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ സെറ്റായി കിട്ടിയത്. എന്നിട്ട് ഇത് ബാക്കി വന്നത് ഞാൻ ഗ്ലാസ്സിലൂടെ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് സെറ്റായി വന്നപ്പം അടുത്ത ദിവസം രാവിലെ ഇത് സെറ്റായിട്ട് വന്നേ. അപ്പോൾ ഇതുപോലെ ഇരുന്ന് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ട്രൈ ചെയ്യണേ. ബൈ.